ഓക്കെ, വീഡിയോ തുടങ്ങാത്ത മുന്നേ 4 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണില്ല എന്ന് വെച്ചിട്ടുള്ള ട്രെൻഡാണ്. പറയുമ്പോൾ എന്താ ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിക്കില്ല, സുഖമല്ലേ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നിട്ട് വലിയ ആളാണ് കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ള അവർ മാർക്കൊക്കെ അന്നേരം കിട്ടും, ഉറപ്പാണ്. പക്ഷേ അവരെന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് വല്ല പഠിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഒന്നും കിട്ടണ്ടാവില്ല. സോ ഞാൻ ഒന്നാമത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും ടെക്സ്റ്റ് ബുക്കിൻ്റെ വായിക്കണതിൻ്റെ ഒരു എസെൻസ് നിങ്ങൾ എൻ്റെ വീഡിയോ അല്ല ഏത് വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് അത് കിട്ടില്ല. കാരണം അത് വായിക്കുമ്പോഴാണ് നിങ്ങളുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യണല്ലോ, തിങ്ക് ചെയ്യണല്ലോ നിങ്ങൾ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ NCERT ഓർഡറിലൊന്നുമല്ല ഈ ഒരു ഫുള്ള് വീഡിയോ ഉണ്ടാവുക. എന്നാലും നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കൺസെപ്റ്റ് എത്തിക്കണ രീതിയിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഇതുണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോ ഒരിക്കലും ടെക്സ്റ്റ് വായിക്കണതിനെ അത്ര കമ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും വീഡിയോ നിങ്ങൾക്കൊരു ഗൈഡായിട്ട് യൂസ് ചെയ്യാം. അതായത് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കാം, അതൊക്കെ മനസ്സിലാവും. വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പഠിക്കൽ മാത്രം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പഠിക്കലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഫിസിക്സ് മാത്രം അത്ര ഡെൽവിൽ പഠിച്ചാൽ മതി, അത്ര ഡെൽവ് ചെയ്ത് ഡീപ്പർ ചെയ്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാലും എന്തായാലും ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണം, ഉറപ്പാണ്. സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ അല്ലാതെ മാർക്കിന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരുടെ അടുത്തെത്തണം. അപ്പം അങ്ങനെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി കൂടിയും പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ വീഡിയോയിൽ സർവൈവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് പരീക്ഷയ്ക്ക് കൂടിയും കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഫിസിക്സ് എന്താണെന്ന് ശരിക്കും പഠിക്കാനും പറ്റും. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മിസ്റ്റർ മരുമകൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സീനിൽ അവരുടെ മുടി എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ദിലീപ് പറയേണ്ടതിൽ ഉത്തരം. അതെങ്ങനെയാണ്? വേറൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളി ബീച്ചായിട്ടുള്ള കോവളം ബീച്ചിലത്തെ മൺതരികളുടെ എണ്ണം ചോദിക്കുകയാണ്. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റും? വേറൊരു കാര്യം ചോദിക്കല്ല, ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, എടാ നമ്മൾ പഠിക്കുന്നതൊക്കെ തെറ്റാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് അവിടേക്കുള്ള ദൂരമൊക്കെ എങ്ങനെ അറിയാൻ പറ്റണം, ഇത് ചന്ദ്രനിക്കുള്ള അതുപോലെ സൂര്യനിക്കുള്ള ദൂരമൊക്കെ നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റണം. ഇതൊക്കെ തെറ്റാണ്, ശരിയാണ്. അപ്പോൾ ഒരു ആളിങ്ങനെ വന്ന് പറയണം, അപ്പോൾ നമ്മളെല്ലാവരും അത് എഴുതിയെടുക്കും. അതൊക്കെ ഇത് ശരിയല്ലടാ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് ഒരു ദിവസം വന്ന് പറയണം. അപ്പോൾ ഞാൻ ഈ സയൻസൊക്കെ പഠിക്കുന്നുണ്ട്, എന്നാലും ഇപ്പം പറയുന്നത് വാലിഡാന്ന് തോന്നി. അതായത് ഇത് ചോദിക്കാമല്ലോ, ഒരാൾക്ക് ചോദിക്കാമല്ലോ. ഇതൊക്കെ വെറുതെ ഒരാൾ ഹൈറാർക്കിക്കലായിട്ട് പൊളിറ്റിക്കലി നമ്മളെ ഇതൊക്കെ പോലെ ഒരാൾ പറയണം, ഇതിനനുസരിച്ചിട്ട് എല്ലാവരും കേൾക്കണം. ക്വസ്റ്റ്യനിങ് ഒന്നുമില്ല അവിടെ. പക്ഷേ അതാണോ ശരിക്കും സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ്? അതാണോ? ഓക്കെ, എൻ്റെ പേര് ഡെൽവിൻ സി രാജു. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫിസിക്സ് പ്രൊഡക്ടിവിറ്റി +1 ഫിസിക്സ് പ്രൊഡക്ടിവിറ്റി എന്നിട്ടുള്ള പ്ലേ ലിസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പ്ലേ ലിസ്റ്റിലത്തെ ഇനി വരുന്ന ഈ വീഡിയോ നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനൽ എന്തിനാ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ആയിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് മുന്നേ ഈ പറഞ്ഞ പോലെ ഒന്ന് റിസർച്ച് ബേസ്ഡ് ആയിട്ട് റിസർച്ച് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ എടുക്കും, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതായിരുന്നു കുറച്ച് മുന്നേ ഒക്കെ ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത് ഒരു വലിയൊരു പ്രശ്നം ഞാൻ കണ്ടു. എന്താ വെച്ചാൽ ഈ +1 +2 പഠിക്കണ എല്ലാ കുട്ടികളും ഈ നല്ല നല്ല വലിയ യൂട്യൂബ് ചാനലുകളൊക്കെ ആയിട്ടുള്ള സൈലം അതുപോലെ എഡ്ജുബോട്ട് അങ്ങനത്തെ ഉള്ള ചാനൽ നല്ലതാണ്, നോ ഒഫൻസ്. പക്ഷേ അവർ മാർക്കിന് വേണ്ടി മാത്രം പഠിക്കുകയാണ്. സോ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുന്നില്ല, വേറെ കാര്യം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളോട് വെറുതെ വർത്താനം പറയണം. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഫുള്ളായിട്ട് മാറ്റി വെച്ചിട്ടാണ് ഫുള്ള് പറയണത്. അതായത് 3 സോഴ്സാണ് ഈ ഒരു വീഡിയോയ്ക്കുള്ളത്. ഒന്ന് നമ്മുടെ +1 NCERT ടെക്സ്റ്റ് ബുക്കാണ്. രണ്ടാമതായിട്ടുള്ളത് പോൾ ടിപ്ലറുടെ യൂണിവേഴ്സിറ്റി ഫിസിക്സ് ബുക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിക്കാം, അതിൻ്റെ ലിങ്ക് താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. മൂന്നാമതായിട്ടുള്ളത് ഫ്രീഡ്മാൻ്റെയും യങ്ങിൻ്റെയും ഒരു പുസ്തകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സോഴ്സിനെ കുറിച്ചിട്ട് ഇതുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ചോദിക്കാം. നിങ്ങൾക്ക് അത് ഇവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ ഡെലിവറി ചെയ്യണം. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ആക്ച്വലി ഈ ഒരു പാഠത്തിൽ ഈ 2 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന് യൂണിറ്റ്സ്, ഒന്ന് മെഷർമെൻറ്റ്സ്. സോ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് കിടക്കാം. എന്താണ് യൂണിറ്റ്സ്? എന്താണ് യൂണിറ്റ്സ് എന്ന് ഉദ്ദേശിക്കണേ? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളോട്. ഇപ്പോൾ നിങ്ങൾ പണ്ടത്തെ ഒരു ആദിവാസികളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആദിവാസികൾ തന്നെ ഞാൻ
ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ട് ഞാൻ ബാക്കിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഒരു ഫെറാറി കാറ് കൊണ്ടിട്ട് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്. അപ്പോൾ അവർക്ക് എന്താ സംഭവം ഒന്നും അറിയില്ല. എന്നിട്ട് ഞാൻ അവരോട് പറയാണ്, നിങ്ങൾ ഇതിൻ്റെ അളവെടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരിൽ ഈ പറഞ്ഞ പോലെ നമ്മളെ സ്കെയിലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരെ ചിലപ്പോൾ ഉള്ള ഒരു കല്ലാവും, ചിലപ്പോൾ ഒരു വടിയാവും. അപ്പോൾ കുറച്ച് ആൾക്കാർ ഒരു ആദ്യം ഞാൻ കണ്ട ആൾക്കാർ വടി കൊണ്ട് അല്ല ഒരു കല്ലുകൊണ്ട് അതിങ്ങനെ മെഷർ ചെയ്യും. എന്നിട്ട് പറയും 6 കല്ല് എന്ന് പറയും, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഓക്കെ. കാരണം പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഞാനിതിൻ്റെ ഈ ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവർ കല്ല് എന്ന് പറഞ്ഞാൽ 6 കല്ലിൻ്റെ വലിപ്പമാണ് ഈ ഒരു ഇതിനുള്ളത്. അതുതന്നെയാണ് ഈ യൂണിറ്റ് എന്ന് പറഞ്ഞത്. മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് എ സർട്ടൻ ബേസിക് ആർബിട്രറി ചൂസൺ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് റെഫറൻസ് സ്റ്റാൻഡേർഡ് ഇസ് കോൾഡ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. കുറച്ച് ആദിവാസികൾ എന്താ ചെയ്തത്, കല്ല് വെച്ചിട്ട് അളന്നു കാരണം. വേറെ കുറേ ആദിവാസികൾ എന്താ ചെയ്തത്, വടി വെച്ചിട്ട് അളന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കുറച്ച് ഹയർ വേർഷൻ ഞാൻ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷിൽ FPS എന്ന് പറഞ്ഞിട്ടുള്ള ഫൂട്ട് പൗണ്ട് സെക്കൻഡ് ആ ഒരു മെഷർമെൻ്റ് ആയിരുന്നു അവർ നോക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഫ്രാൻസിൽ എന്ന് പറയുന്നത് 2 സിസ്റ്റം ഉണ്ടായിരുന്നു. ഒന്ന് CGS-ഉം ഒന്ന് MKS-ഉം. അതായത് CGS എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ, അതുപോലെ ഗ്രാം, പിന്നെ സെക്കൻഡ്. MKS എന്ന് പറഞ്ഞാൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഫ്രഞ്ചിൽ ഇങ്ങനെ 2 ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തുള്ളൊരു റിവാലറി അവിടെ വന്നു. അതായത് ഒരു മാറ്റം, ഒരു ഡിവിഷൻ വന്നു, ഒരു തുല്യത ഇല്ലായ്മ വന്നു. ഇതൊരു വലിയൊരു പ്രശ്നമായി. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ എല്ലാവരും കൂടിയിട്ട് 1960-കളിൽ ഒരുമിച്ച് വരികയാണ്, എല്ലാ കൺട്രികളും. ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതാണ് എൻ്റെ അടുത്ത ടോപ്പിലേക്ക് കൊണ്ടുപോകണം. സെക്ഷൻ 2.2 SI യൂണിറ്റ്സ്. ഓക്കെ, ഇങ്ങനെ എല്ലാവരും 1960-കളിൽ വന്നിട്ട് എല്ലാ കൺട്രികളും ഒപ്പുവയ്ക്കുകയാണ് യൂണിറ്റുകളിൽ. അങ്ങനെ ഈ ഒരു SI യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ്സിൻ്റെ ഒരു വലിയൊരു സിസ്റ്റം തന്നെ ഉണ്ടാക്കുകയാണ്, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, ഇതിൽ എന്താ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഇതിലെന്താണ് മെയിനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരു 7 യൂണിറ്റുകളെ ഫണ്ടമെൻ്റലാക്കിയിട്ട് വെച്ചേക്കാണ്. 7 യൂണിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾ റൂട്ട് മെമ്മറൈസ് തന്നെ ചെയ്തിരിക്കണം. ഓക്കെ, അതിനുശേഷം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റുകളിൽ നിന്ന് ഈ കുറച്ച് യൂണിറ്റുകൾ ഡിറൈവ് ചെയ്തെടുത്തു. അതിന് പറയുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അങ്ങനെ ഈ ഒരു SI യൂണിറ്റ്സിനെ 2 ക്ലാസിഫൈ ചെയ്തേക്കാണ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അതുപോലെ ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഓക്കെ, സർവൈവൽ ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് മാർച്ച് 2025 ചോദിച്ച ചോദ്യമാണ്. അതിൽ ഫൈൻഡ് ഔട്ട് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഫ്രം എമോങ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഗിവൺ ബിലോ എന്നാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചേക്കണേ. ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെലോസിറ്റിയും ഫോഴ്സും ഡെൻസിറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അപ്പോൾ ടെമ്പറേച്ചറാണ്, അതായത് ഓപ്ഷൻ B. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമതായിട്ടുള്ളത് ഈ പറഞ്ഞ ടേബിള് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നാണ്. 2022 ഇമ്പ്രൂവ്മെൻറ്റിൽ ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കുക. ഓക്കെ, ഇതിൽ ടൈമിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും. ഇലക്ട്രിക് കറൻറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. അതുപോലെ സ്റ്റിറേഡിയൻ യൂണിറ്റ് ഉള്ളത് ഏതിൻ്റെയാണ്, സോളിഡ് ആംഗിളിൻ്റെയാണ്. മറ്റത് പ്ലെയിൻ ആംഗിളാണ്, റേഡിയൻ. സോ പിന്നെ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ക്വാണ്ടിറ്റിയുടെയാണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റീൻ്റെയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ചോദ്യങ്ങളിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.